ഇന്നത്തെ സുവിശേഷം യോഹന്നാൻ 7-ാം അധ്യായം 1 മുതൽ 2 വരെയും 10, 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ദൈവിക സമയവും മനുഷ്യരുടെ മുൻവിധികളും. കൂടാരത്തിരുന്നാൾ അടുത്തിരിക്കെ യഹൂദരുടെ എതിർപ്പുകൾക്കിടയിലും രഹസ്യമായി ജെറുസലേമിലേക്ക് പോകുന്ന യേശുവിനെയാണ് നാം ഇവിടെ കാണുന്നത്. യേശുവിനെക്കുറിച്ചുള്ള ജനങ്ങളുടെ സംശയങ്ങളും അവിടുത്തെ വ്യക്തമായ മറുപടിയും വിശ്വാസത്തിൻ്റെ പുതിയ പാഠങ്ങൾ നൽകുന്നു. യഹൂദർ തന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നതിനാൽ യേശു പരസ്യമായി നടക്കാൻ ആഗ്രഹിച്ചില്ല. ലോകത്തിൻ്റെ കയ്യടികൾക്കോ അംഗീകാരങ്ങൾക്കോ വേണ്ടിയല്ല, മറിച്ച് പിതാവ് നിശ്ചയിച്ച കൃത്യമായ സമയത്തിന് വേണ്ടിയാണ് അവൻ കാത്തിരുന്നത്. നമ്മുടെ ജീവിതത്തിലും എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ സമയമുണ്ട്. ലോകത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ദൈവഹിതം വെളിപ്പെടുത്തുന്ന സമയത്തിനായി ക്ഷമയോടെ കാത്തിരിക്കാൻ നമുക്ക് സാധിക്കണം. ജെറുസലേമിലെ ജനങ്ങൾ പറഞ്ഞു, ഇവൻ എവിടെ നിന്ന് വരുന്നുവെന്ന് നമുക്കറിയാം. എന്നാൽ ക്രിസ്തു വരുമ്പോൾ അവൻ എവിടെ നിന്ന് വരുന്നുവെന്ന് ആരും അറിയുകയില്ല. യേശു നസ്രയനാണെന്ന ബാഹ്യമായ അറിവ് അവന് രക്ഷകനായി സ്വീകരിക്കുന്നതിൽ അവർക്ക് തടസ്സമായി. പലപ്പോഴും നമ്മൾ ദൈവത്തെ നമ്മുടെ അറിവുകൾക്കുള്ളിൽ പരിമിതപ്പെടുത്താറുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള അറിവുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. അവനെ ഹൃദയം കൊണ്ട് അനുഭവിക്കാനുള്ള കൃപയാണ് നമുക്ക് വേണ്ടത്. യേശു ഉറക്കെ പ്രഖ്യാപിച്ചു, ഞാൻ സ്വമേധയാ വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാനാണ്. നിങ്ങൾ അവനെ അറിയുന്നില്ല. തൻ്റെ അധികാരം പിതാവിൽ നിന്നാണെന്നും താൻ വെറുമൊരു മനുഷ്യനല്ലെന്നും യേശു അടിവരയിടുന്നു. സത്യത്തെ നേരിട്ട് കണ്ടിട്ടും അത് തിരിച്ചറിയാൻ കഴിയാത്ത ജനക്കൂട്ടത്തെ അവൻ തിരുത്തുന്നു. യേശുവിനെ അറിയുക എന്നാൽ പിതാവായ ദൈവത്തെ അറിയുക എന്നാണ് അർത്ഥം. നമ്മുടെ ജീവിതത്തിൽ യേശുവിന് നൽകുന്ന സ്ഥാനം എന്താണെന്ന് നാം പരിശോധിക്കണം. അവർ യേശുവിനെ പിടിക്കാൻ നോക്കിയെങ്കിലും ആർക്കും അതിന് സാധിച്ചില്ല. കാരണം അവൻ്റെ സമയം ഇനിയും വന്നിരുന്നില്ല. ദൈവത്തിൻ്റെ സംരക്ഷണയിലുള്ള ഒരാളെ തൊടാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജനങ്ങളുടെ പരിഹാസങ്ങൾക്കും സംശയങ്ങൾക്കും ഇടയിലും യേശു തൻ്റെ ദൗത്യത്തിൽ ഉറച്ചു നിന്നു. നമ്മെക്കുറിച്ചുള്ള ലോകത്തിൻ്റെ മുൻവിധികളല്ല, ദൈവത്തിൻ്റെ പദ്ധതിയാണ് നമ്മുടെ ജീവിതത്തിൽ നിറവേറേണ്ടത്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ലോകത്തിൻ്റെ മുൻവിധികളാൽ അങ്ങയെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അങ്ങയുടെ സമയത്തിനായി കാത്തിരിക്കാനുള്ള ക്ഷമയും അവിടുത്തെ ഹിതം തിരിച്ചറിയാനുള്ള വിവേകവും എനിക്ക് നൽകണമേ. എതിർപ്പുകൾക്കിടയിലും സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. ആമേൻ.